നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കുന്നതിനെക്കുറിച്ചും ഭാര്യ അതിനു വേണ്ടി കേസ് കൊടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കിട്ടുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. അപ്പോൾ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ചിലവിന് കിട്ടാനും നിയമപരമായി അവകാശമുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 1956 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഭാര്യയെപ്പോലെ തന്നെ ഭർത്താവിനും ചിലവിന് കിട്ടാൻ ഒരുപോലെ അവകാശം പറയുന്നത്. വെറുതെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് പെറ്റീഷൻ ഫയൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് ചില കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടീസ് ഹിന്ദു ആയിരിക്കണം, അതുപോലെ ഭർത്താവ് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം. ആ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹത്തിനൊരു ജോലി കണ്ടെത്താനോ വരുമാനം കണ്ടെത്താനോ സാധിക്കാത്ത വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് റീമാരേജ് കഴിഞ്ഞ ആകാനും പാടില്ല. അതായത് അദ്ദേഹം ഡിവോഴ്സിന് ശേഷം ഒരു മാരേജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ അവകാശം ഉണ്ടാകത്തില്ല. അതുപോലെ അദ്ദേഹം ഒരു ലിവിങ് ടുഗദർ റിലേഷനിൽ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ അവകാശം കിട്ടത്തില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടെ ചിലവിന് നോക്കാനുള്ള വരുമാനവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കോടതി അത് അനുവദിക്കത്തുള്ളൂ. അപ്പോൾ കോടതി എങ്ങനെയാണ് ഈ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് പാർട്ടീസിൻ്റെയും സ്റ്റാറ്റസ് നോക്കി, അതുപോലെ ഭാര്യയുടെ വരുമാനം നോക്കി, ഭാര്യയ്ക്ക് മറ്റെന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം, ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മെയിൻ്റനൻസ് കൊടുക്കാനുണ്ടാകാം, അതൊക്കെ പരിശോധിച്ചതിന് ശേഷം അതെല്ലാം പോയിട്ടാണ് ഒരു റീസണബിൾ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി കോടതി നിശ്ചയിക്കുന്ന തുക ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിവില്ല എങ്കിൽ കോടതി ഉത്തരവ് പുനഃപരിശോധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ഭർത്താവിന് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെന്നും ഭാര്യയിൽ നിന്ന് ചിലവിന് കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്നും തെളിയിക്കേണ്ടത് ഭർത്താവ് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.